വെറുതെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ? പെണ്ണിന്റെ കുടുംബക്കാരെ കുറിച്ചോ അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചോ അന്വേഷിച്ചോ? ആട്ടെ, പൊന്നും പണവും എന്ത് കിട്ടും? പൊന്നും പണമൊക്കെ എത്ര കിട്ടുമെന്ന് ഞാൻ ചോദിച്ചില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ അത്രേ നോക്കിയുള്ളൂ. ആ, അങ്ങനെ വരട്ടെ. ഒന്നിച്ച് ജോലി ചെയ്യുന്ന പെണ്ണാണെന്ന് കേട്ടപ്പോഴേ ഞാൻ ഊഹിച്ചു. അല്ല, എനിക്ക് പറയേണ്ട കാര്യമില്ല. എന്നാലും ചോദിക്കണ പൊന്നും പണവും തരാന്ന് പറഞ്ഞ് എത്ര കൂട്ടർ വന്നതാ, നല്ല ഒന്നാന്തരം തറവാട്ടുകാര്. അപ്പൊ എന്റെ പൊന്നങ്ങളേക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചോദിച്ച പൊന്നും പണമൊക്കെ കൊടുത്ത് നല്ല തറവാട്ടി കെട്ടിച്ചു വിട്ടതാണല്ലോ നിന്നെ. എന്നിട്ട് എന്താ വിശേഷം? അളിയച്ചാര് വന്നിരിക്കുന്നു. തറവാടി എന്റെ പൊന്നുപങ്ങൾ ചെന്ന് എതിരോട്ടുണ്ട്. വാ. കുറച്ചു നേരമായി. പിന്നെ എന്തൊക്കെയുണ്ടല്ലേ വിശേഷം? അളിയനെ കണ്ടിട്ട് എത്ര നാളായ അളിയാ? എന്താ എല്ലാവർക്കും ഒരു ഗൗരവം? എടീ സംഗതി പറ. എടീ പത്മാവതി, സംഗതി എന്താണെന്ന് പറയണേ. എവിടെയെങ്കിലും പോയി കിട മനുഷ്യ. കൊള്ളം കുടിച്ച് കണ്ടടോന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരുന്നതിന്റെ ഒരു ശേല്. നീ എന്തോന്നാ പറഞ്ഞേ? എന്റെ ആളിയുടെ പിന്നെ പോറും. നിങ്ങൾ ആരാ ഇപ്പൊ അങ്ങോട്ട് കെട്ടിയെടുത്തേ? നിന്റെ അമ്മ. മോളെ, നിനക്ക് നല്ലതേ വരും. തെറ്റായ വഴിക്ക് നീ പോകില്ലെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും അയാളോട് നീ തുറന്നു പറഞ്ഞല്ലോ. നന്നായി. മറച്ചു വെച്ചിട്ട് കിട്ടുന്ന നേട്ടം നല്ലതല്ല. എന്നേക്കുമുള്ള ഒരു ബന്ധത്തിൽ എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലത്. എല്ലാം അറിഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ അയാൾ നല്ലവനായിരിക്കും. അതെ മദർ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. കർത്താവ് നിന്നെ കാക്കും. ഈ അനാഥാലയത്തിൽ നിന്ന് പഠിച്ചു ജയിച്ച് മറ്റു കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത് നീയാ. എല്ലാം മദർ ഉണ്ടായതുകൊണ്ടാ. സന്തോഷമായി പോകും. ഭർത്താവിനെയും കൂട്ടി വരണം കേട്ടോ. പിതാവിന്റെ അനുഗ്രഹവും എന്റെ പ്രാർത്ഥനയും എപ്പോഴും നിനക്കുണ്ടാവും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇൻവിറ്റേഷൻ ലെറ്റർ, കല്യാണം, ടീ പാർട്ടി, മീരയുടെ ലീവ് എന്ന് വേണ്ട എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും വെറുതെ വേഷവും കെട്ടി പന്തലി വന്ന് നിന്ന് നിന്നാ മതി. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എവിടെ താമസിക്കും? നടറോട്ടി താമസിക്കും. താൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? കല്യാണം കഴിഞ്ഞ് നവവധൂനെയും കൂട്ടി പുതിയ ജോലി സ്ഥലത്തേക്ക് വരുമ്പോ കുരുത്തോല തൂക്കിയ സുഗന്ധദ്രവ്യങ്ങൾ പുകയുന്ന ഒരു കൊച്ചു വീട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. കലക്കളിയാ. ഇനി നീ കൂടെ ഒരു പെണ്ണും കെട്ടി നമ്മുടെ അയൽവക്കത്തൊന്നും താമസിച്ചാൽ മാത്രം മതി. അയൽവക്കത്തോ? നിങ്ങൾ വീട്ടിൽ താമസിക്കില്ലേ? വീട്ടിൽ കയറ്റണോ? വന്നോട്ടെ. സമ്മതിച്ചില്ല. കുറച്ചുകൂടി. എല്ലാം ഭംഗിയായി. ഞങ്ങൾ പോട്ടെ, നേരം വൈകുന്നു. അല്ല, നിങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് വരും. പിന്നെ വരാതിരിക്കോ? നല്ലൊരു സദ്യ കിട്ടുന്ന ആരെങ്കിലും കളയോ? ഊണൊക്കെ തരാം, പക്ഷേ ഡെപ്പോസിറ്റ് ചോദിക്കണം. ഞങ്ങൾ പോട്ടെ, വരുന്നില്ലേ? പെണ്ണ കെട്ടണ്ടേ? പോട്ടെ. ഇനി ഞാൻ ഇറങ്ങുക. ഇപ്പൊ തന്നെ വല്ലാണ്ട് വൈകി. അല്ല, ഇപ്പൊ പോയാലേ നല്ലൊരു ബസ് കിട്ടും. അതിന് പോയാൽ 9:00 ട്രെയിനും കിട്ടും. പറഞ്ഞു തന്നാ ഇല്ല, ഞാൻ വഴി കിടന്നേനെ. കണ്ടോ മീര, എന്നെ പറഞ്ഞേക്കാനുള്ള ധൃതി കണ്ടോ? അപ്പൊ സാറിന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത്? പെണ്ണ് കിട്ടി മധു ആഘോഷിക്കാനേ വരുന്നുള്ളൂ, ഒറ്റയ്ക്ക് വരുന്നില്ല. വരട്ടെ. മുഖത്ത് കണ്ണുള്ളവർക്ക് പിന്നെ സംശയം തോന്നൂലേ? ഓരോരുത്തർ എന്താ ഏതാന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങ് അയ്യടാന്നായി പോയി. മിണ്ടാനൊക്കുവോ? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളഞ്ഞു വിളിച്ചു. നാണല്ലേ? എന്തു പറ്റി? ഒന്നുമില്ല. എനിക്കറിയാം. നീ അതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും വെച്ചാൽ മതി. എനിക്ക് സങ്കടമൊന്നുമില്ല ചേട്ടാ. വെളുപ്പിന് നമ്മൾ പോവും. ഇന്ന് തന്നെ പോയാ അമ്മയ്ക്ക് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാ. പോകുന്ന വഴിക്ക് നമുക്ക് കോൺവെന്റിലൊന്ന് കയറണം. മദർ പ്രത്യേകം പറഞ്ഞിരുന്നതാ. ആനന്ദ, വരൂ.
പൂക്കളില്ല, പാലും പഴവും ഇല്ല. ആദ്യ രാത്രിയെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊക്കെ തെറ്റി അല്ലേ? ഈ സ്നേഹമല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു മീര. നല്ല അച്ചടക്കവും ദൈവഭക്തിയും, പഠിക്കാൻ മിടുക്കും. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കും ഇഷ്ടമായത്. ഞാൻ ഇവിടേക്ക് ഒന്ന് കൊണ്ടു നടന്ന് കാണിച്ചോട്ടെ? അതിപ്പോ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വരൂ. ഇവിടെയാണ് ഞാൻ കിടന്നിരുന്നത്. ഇതാണ് എന്റെ പെട്ടി. കുട്ടിയായിരിക്കുമ്പോൾ ഒരു രാത്രി ഞാൻ ദുസ്വപ്നം കണ്ട് കരഞ്ഞു. അന്ന് ഒട്ടിച്ചു വെച്ചതാണ് ഈ പടം. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ദുസ്വപ്നം കണ്ടിട്ടില്ല. എന്റെ കഴിഞ്ഞ കാലം മുഴുവൻ ഇവിടെയായിരുന്നു. എന്റെ ഓർമ്മകളെല്ലാം ഇതിലുണ്ട്. എനിക്ക് സ്വന്തമായിട്ടുള്ളതില്ല. മദർ, ഞാനീ പെട്ടി കൊണ്ടേക്കോട്ടെ? പിന്നെന്താ, അതെന്നും നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. വരട്ടെ മതി, ഞങ്ങൾ പിന്നീട് വരാം. ശരി. ദൈവം എല്ലാ നന്മകളും നൽകട്ടെ. വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറി. ആ, ഇതാണ് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു ചെറിയ ഷോക്കേസ് കൂടെ വേണം അല്ലേ? എനിക്ക് ഇതൊക്കെ തന്നെ അധികമാണ്. ഇതാണ് നമ്മുടെ സ്വർഗം. ഒരു കട്ടിലേ ഉള്ളോ? പോരെ, കുറച്ചാൾ കഴിഞ്ഞാൽ നമുക്കൊരു തൊട്ടിലൂടെ വാങ്ങിക്കാം.